കെപിസിസി അധ്യക്ഷനായി സണ്ണി ജോസഫ് എംഎൽഎ അല്പസമയത്തിനകം ചുമതലയേൽക്കും. ഇന്ദിരാഭവനിൽ നടക്കുന്ന ചടങ്ങിൽ കെ സുധാകരൻ അദ്ദേഹത്തിന് ചുമതല കൈമാറും. യുഡിഎഫ് കൺവീനറായി അടൂർ പ്രകാശും കെപിസിസി വർക്കിംഗ് പ്രസിഡന്റുമാരായി പി.സി. വിഷ്ണുനാഥും എ.പി. അനിൽകുമാറും ഷാഫി പറമ്പിലും ചുമതല ഏറ്റെടുക്കും. കേരളത്തിന്റെ ചുമതലയുള്ള എ.സി.സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് പുറമെ പ്രവർത്തക സമിതി അംഗങ്ങളും മുൻ പി.സി.സി അധ്യക്ഷന്മാരും ചടങ്ങിൽ പങ്കെടുക്കും. ഇപ്പോൾ എ.കെ. ആന്റണിയെ കാണാൻ ഇന്ന് ചുമതല ഏറ്റെടുക്കുന്ന നേതാക്കൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് എ.കെ. ആന്റണിയെ കാണാൻ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. വിനോദ് വിവരങ്ങളുമായി. വിനോദ്, ഒരു വലിയ മാറ്റത്തിലേക്ക് കെപിസിസി പോകും മുൻപ് ആന്റണിയുടെ ആശീർവാദം വാങ്ങുകയാണ്. ആരൊക്കെയാണ് വന്നിട്ടുള്ളത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീജ, ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ, അതായത് ഇന്ന് ചുമതലയേൽക്കുന്ന നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ എ.കെ. ആന്റണിയെ കാണുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ജഗതിയിലുള്ള വസതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. സണ്ണി ജോസഫ് കെപിസിസി പ്രസിഡന്റായിട്ട് ചുമതലയേൽക്കുന്നു. എ.പി. അനിൽകുമാർ, അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിൽ, പി.സി. വിഷ്ണുനാഥ് ഇവർ വർക്കിംഗ് പ്രസിഡന്റുമാരായി ചുമതലയേൽക്കുന്നു. അടൂർ പ്രകാശ് യുഡിഎഫ് കൺവീനറായി ചുമതലയേൽക്കുന്നു. ഇവരെല്ലാം തന്നെ ഇപ്പോൾ എ.കെ. ആന്റണിയുടെ വസതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഏറ്റവും മുതിർന്ന കോൺഗ്രസിന്റെ നേതാവ് ആ നിലയ്ക്ക് തന്നെയാണ് ആന്റണിയുടെ അനുഗ്രഹം വാങ്ങി പുതിയ ടീം പ്രവർത്തനം തുടങ്ങുക എന്നത് തന്നെയാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി കോൺഗ്രസിന്റെ സംസ്ഥാനത്ത് ഒരു പുതിയ മുഖമാണ്, അടിമുടി മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. കെ സുധാകരൻ തുടരുമോ ഇല്ലയോ എന്നത് അടക്കമുള്ള ചർച്ചകൾ, ദീർഘനാളത്തെ രാഷ്ട്രീയ ചർച്ചകൾ, അതിലെല്ലാം വിരാമമിട്ടുകൊണ്ട് ആണ് ഈ ഒരു പുതിയ ടീം വരുന്നത്. ഒരുപക്ഷെ നമുക്ക് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത് ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രവർത്തനമായിരിക്കില്ല ഇനി അങ്ങോട്ട്. ഏറ്റവും വലിയ വെല്ലുവിളി, ആദ്യത്തെ വെല്ലുവിളിയായി വരാൻ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രകടനം മെച്ചമാക്കുക, ഒരുപക്ഷെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, അതും പാർട്ടിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഇനിയും പ്രഖ്യാപിക്കാനിരിക്കുന്നേ ഉള്ളൂ. അത് സംബന്ധിച്ചുള്ള അനിശ്ചിതത്വങ്ങൾ തുടരുന്നുണ്ട്. പക്ഷേ പാർട്ടിയെ അങ്ങനെ ഒരു ഘട്ടമെത്തിയാൽ ഏറ്റവും സജ്ജമാക്കി നിർത്തുക, തിരഞ്ഞെടുപ്പ് വിജയമുണ്ടാക്കുക, അതൊരു സെമി ഫൈനലായി കണ്ടുകൊണ്ട് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഏത് നിലയിൽ മുന്നോട്ട് നയിക്കണം, ആ തരത്തിലുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുക തുടങ്ങി ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ബൂത്ത് തലത്തിലെ പ്രവർത്തനം ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള, കാരണം ഇനിയൊരു പാർട്ടിയിലെ അഴിച്ചുപണി, അതായത് താഴെത്തട്ട് മുതലുള്ള പുനഃസംഘടന, അതിന്റെ ഒരു ആവശ്യമില്ല എന്ന് തന്നെയാണ് നേതാക്കൾ പൊതുവിൽ പറയുന്നത്. കാരണം ഇതിനകം ഭാരവാഹികളെല്ലാം കണ്ടെത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു സമൂല മാറ്റം അല്ലെങ്കിൽ സമഗ്രമായ ഒരു അഴിച്ചുപണി ഇനി പാർട്ടിയിൽ ഒന്നാകെ വേണ്ട. പുതിയ നേതൃത്വം വരുന്നു. ഇപ്പോഴുള്ള സംവിധാനങ്ങളെ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കുക എന്നതാണ്. നേരത്തെ കെ സുധാകരനും വി.ഡി. സതീശനും അത്ര കണ്ട് ഒരു സ്വരച്ചേർച്ചയിലല്ലായിരുന്നു. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവർ പൊതുവേദിയിൽ പോലും പരസ്പരം അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ അത് ഇവരുടെ ഐക്യമില്ലായ്മയെ ചൂണ്ടിക്കാട്ടുന്ന തരത്തിലാണ് കാര്യങ്ങളെ കൊണ്ടുപോയത്. അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് മുന്നിൽ അത്തരം ഒരു ചിത്രമാണ് സൃഷ്ടിച്ചത്. പക്ഷേ അതിനെല്ലാം ഒരു പരിഹാരം കാണുക എന്ന വലിയ വെല്ലുവിളിയാണ് പാർട്ടിക്ക് മുൻപിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സണ്ണി ജോസഫ് പാർട്ടിയുടെ അധ്യക്ഷനായി വരുമ്പോൾ താഴേക്ക് ഉള്ള ആളുകൾ അവരെല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തന രീതി, പ്രത്യേകിച്ച് അടൂർ പ്രകാശിനെ പോലുള്ള ഒരാൾ യുഡിഎഫ് കൺവീനർ സ്ഥാനത്തേക്ക് വരുമ്പോൾ ഈഴവ കമ്മ്യൂണിറ്റി കാര്യമായ പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്ന വെള്ളാപ്പള്ളി നടേശന്റെ അടക്കം പരാതികളുണ്ട്. അതിനൊക്കെ തന്നെ പരിഹാരം കാണണം. മാത്രമല്ല അടൂർ പ്രകാശ് നമുക്കറിയാം തിരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ തന്ത്രപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ആറ്റിങ്ങലിലെ വിജയം അതെല്ലാം തന്നെ ഒരുപക്ഷെ CPM കോട്ടയായ ഒരു മണ്ഡലത്തിൽ വന്ന് വിജയിക്കുക എളുപ്പമുള്ള കാര്യമല്ല. തുടർച്ചയായി അവിടെ ജനങ്ങളുടെ വിശ്വാസം നേടുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ അതൊക്കെ തന്നെ സാധിക്കുന്ന ഒരു നേതാവാണ് അടൂർ പ്രകാശ്. അപ്പോഴും വെള്ളാപ്പള്ളി ഉയർത്തുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതായത് ഈ തലപ്പത്ത് വരുന്നുണ്ട്, കെ സുധാകരൻ വരുന്നുണ്ട്, VM സുധീരൻ നേരത്തെ KPCC പ്രസിഡന്റായി, മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആ തരത്തിൽ പ്രസിഡന്റായി. ഇവരെല്ലാം തന്നെ ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് വരുന്നതെങ്കിലും തിരഞ്ഞെടുപ്പ് രംഗം വരുമ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ ഈഴവ കമ്മ്യൂണിറ്റിക്ക് അർഹമായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ല. മാത്രമല്ല കഴിഞ്ഞ ദിവസവും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് മലപ്പുറം ജില്ലയിൽ ഈഴവ കമ്മ്യൂണിറ്റിക്ക് ഒരു കോളേജ് പോലും ഇല്ലാത്ത സാഹചര്യമുണ്ട്. ഇതൊക്കെയാണ് അദ്ദേഹം പരിവഹവുമായി പറഞ്ഞ് കോൺഗ്രസുമായി അകന്നു നിൽക്കുന്നത്. അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ക്രൈസ്തവ മേഖല അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാ കാലത്തും കോൺഗ്രസിന്റെ നട്ടല്ലായിരുന്ന ക്രൈസ്തവ മേഖലയിൽ നിന്ന് കൂടുതൽ ആളുകൾ
BJP-യിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നതൊരു വസ്തുതയാണ്. പല സ്ഥലങ്ങളിലും UDF-ന് വോട്ട് ചോർച്ചയുണ്ടാകുമ്പോൾ അതിനൊരു കാരണമായി കാണുന്നത് തീർച്ചയായും ക്രൈസ്തവ മേഖലയിൽ നിന്ന് ആളുകൾ BJP-യിൽ അടുക്കുന്നു. BJP നടത്തുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. ബിഷപ്പുമാരെ സന്ദർശിക്കുന്നത്, ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിക്കുന്നത്, അവരുടെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത്. ലോക രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ രണ്ട് മതവിഭാഗങ്ങൾ തിരിഞ്ഞു നിൽക്കുമ്പോൾ അതിൽ ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങളോട് ആ തരത്തിൽ അല്ലെങ്കിൽ അമേരിക്ക പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അങ്ങനെ ഒരു ക്രൈസ്തവ മേഖലയോട് പൊതുവിൽ ഒരു താല്പര്യം കാണിച്ച് ക്രൈസ്തവർ സംരക്ഷിക്കപ്പെടണം എന്ന ഒരു പ്രൊപ്പഗൻഡ കേരളത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിന് ദേശീയ തലത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് BJP ദേശീയ തലത്തിൽ നടത്തുന്നു എന്നത് സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. പക്ഷേ കേരളത്തിൽ BJP എടുക്കുന്ന ഒരു സ്ട്രാറ്റജി, അവരുടെ ഒരു ലൈൻ, അത് ഈ റബ്ബറിന്റെ താങ്ങുവിലയാകട്ടെ അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ BJP നേതൃത്വം നൽകുന്ന ഉറപ്പുകൾ അത് നടക്കാതെ പോകുമ്പോൾ വലിയ വിമർശനം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പല തന്ത്രങ്ങളിലൂടെ അവർ ക്രൈസ്തവ മേഖലയിലേക്ക് കടന്നു കയറാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇത് UDF തിരിച്ചറിയുന്നുണ്ട്. അവരെ സംബന്ധിച്ച്, UDF-നെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്നൊരു കാര്യം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പാണ്. അപ്പോഴുണ്ടായ മികച്ച വിജയം അസംബ്ലി തെരഞ്ഞെടുപ്പിലും നിലനിർത്താൻ കഴിയുക. അങ്ങനെ ഒരു വോട്ടിംഗ് പാറ്റേൺ ഉണ്ടായാൽ സ്വാഭാവികമായും തങ്ങൾക്ക് മേൽക്കൈ നേടാൻ കഴിയുമെന്ന് കരുതുന്നു. മുസ്ലിം കമ്മ്യൂണിറ്റി കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളായി കേരളത്തിൽ CPM-നൊപ്പം അടിയുറച്ച് എൻ ബ്ലോക്കായി മുസ്ലിം വോട്ടുകൾ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയും ഈ മുസ്ലിം പ്രീണനമാണ് നടക്കുന്നത് യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ അവരോട് പറയുന്നത് ആത്മാർത്ഥമായി അല്ല എന്നൊരു കാര്യം പ്രചരിപ്പിക്കുക. മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങൾ, അവിടെ മുസ്ലിം ലീഗ് വഴി വോട്ട് സമാഹരിക്കുകയും മറ്റിടങ്ങളിൽ കോൺഗ്രസിന് പാരമ്പര്യമായി കിട്ടിക്കൊണ്ടിരുന്ന മുസ്ലിം വോട്ടുകളുണ്ട്, ന്യൂനപക്ഷ വോട്ടുകളുണ്ട്, അത് പലതരത്തിൽ നേടുക എന്ന ഒരു തന്ത്രം തന്നെയായിരിക്കും കോൺഗ്രസ് കൈക്കൊള്ളാൻ പോകുന്നത്. ആ തരത്തിൽ തന്നെയാണ് ഇപ്പോഴുള്ള ഈ നേതൃത്വം വരുമ്പോൾ ഷാഫി പറമ്പിലിനെയൊക്കെ പോലെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള, വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള, എന്നാൽ മതേതര ചിന്ത വളരെയധികം പ്രകടിപ്പിക്കുന്ന, ആ തരത്തിൽ എല്ലാ വിഭാഗം ആളുകൾക്കും ഇഷ്ടമുള്ള, കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു യുവ നേതാവിനെ കൊണ്ടുവരുന്നു. വിനോദ്, ആ ടീമിനെ വിലയിരുത്തുമ്പോൾ ശ്രദ്ധേയമാണെന്ന് തോന്നുന്നു. ആ ഒരു സമവാക്യങ്ങളെല്ലാം പൂർണ്ണമായി പാലിച്ചുകൊണ്ട് തന്നെ ചെറുപ്പത്തിന്റെ ഒരു ഫ്ലേവർ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഒരു യുവ വിഭാഗത്തെ കൂടെ നിർത്തുക എന്നത് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വളരെ പ്രധാനമാണ്. യുവാക്കളെ കൂടെ നിർത്തുക പ്രധാനമാണ്. അവരെ ഏറ്റവും ആകർഷിക്കാൻ കഴിയുന്ന ഷാഫിയെയും വിഷ്ണുനാഥിനെയും പോലെ ഉള്ള ആളുകൾ, AP അനിൽകുമാറിനെ പോലെ വളരെ ജനകീയനായ, അതേസമയം നല്ല സംഘടനാ പാഠവുമുള്ള ഒരാൾ, ഒപ്പം ഇപ്പുറത്ത് ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റ് എന്ന് തന്നെ വിളിപ്പേരുള്ള അടൂർ പ്രകാശ് ഉണ്ട്. UDF-നെ മൊത്തം ഏകോപിപ്പിക്കാൻ അങ്ങനെ ആ ഒരു കോമ്പിനേഷൻ വളരെ ആലോചിച്ച് സമവാക്യങ്ങളെല്ലാം കൃത്യമായ ചേരുവയിൽ ചേർത്ത് ആ ടീമിനെ അങ്ങനെ തന്നെ വേണ്ടേ പറയാൻ? തീർച്ചയായും നേർക്കുനേർ പോരാട്ടം എന്നതായിരുന്നു ഇതുവരെയുള്ള സ്ട്രാറ്റജി. അതായത് അപ്പുറ സൈഡ് പിണറായി വിജയനാണെങ്കിൽ ഇപ്പുറത്ത് K സുധാകരൻ, അതായത് കട്ടയ്ക്ക് നിൽക്കുന്ന ആളുകൾ എന്ന് നമ്മൾ പൊതുവിൽ പറയുന്ന ഒരു രീതി. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ വരുന്നത് ഒരു ടീമാണ്. അപ്പുറത്ത് പിണറായി വിജയൻ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് ക്യാപ്റ്റൻ എന്നുള്ള വിളിപ്പേരാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു പോക്ക്, അദ്ദേഹത്തിന്റെ കാര്യങ്ങളോടുള്ള സമീപനം, എടുക്കുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന, അത്തരത്തിൽ ഒരു കാര്യം തീരുമാനിച്ചാൽ അങ്ങനെ തന്നെ പോകുന്ന ഒരു പിണറായി വിജയനും, അതേസമയം അദ്ദേഹത്തെ നേരിടാൻ ഒരു ടീം, അത് ഒരാളല്ല ഒന്നിൽ കൂടുതൽ ആൾക്കാർ ചേരുന്ന ഒരു 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 എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ അവരുടെ ഒരു മൊത്തത്തിലുള്ള ഒരു ബ്രെയിൻ, അങ്ങനെ ഒരു ബ്രെയിൻ ഫാക്ടറിയായി ഇപ്പുറത്ത് KPCC നേതൃത്വം വരുന്നു എന്ന ഒരു പ്രതീതിയാണ് പൊതുവിലുള്ളത്. പക്ഷേ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടതുപോലുള്ള ഒരു തർക്കത്തിലേക്കും അല്ലെങ്കിൽ പരസ്പരമുള്ള ആരോപണ പ്രത്യാരോപണങ്ങളിലേക്കും ഈ നേതാക്കൾ മാറിയാൽ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള ഈ അഴിച്ചുപണി കൊണ്ട് കാര്യമായ പ്രയോജനം ഉണ്ടായില്ലെന്ന് വരും. കോൺഗ്രസ് പ്രവർത്തകർ വിചാരിക്കുന്നത് പോലെ എന്തെങ്കിലും മെച്ചം ഈ മാറ്റം കൊണ്ട് ഉണ്ടായില്ലെന്ന് വരും. പക്ഷേ അവിടെയാണ് ഈ ടീമിൻ വലിയ വിഭാഗം ആളുകൾ അല്ലെങ്കിൽ പ്രവർത്തകർ പ്രതീക്ഷ വയ്ക്കുന്നത്. കാരണം ഇതിൽ ആരും മോശക്കാരല്ല, ഇവർ ഒത്തിണക്കത്തോടെ പ്രവർത്തിക്കുന്നവരാണ്. ഇപ്പോൾ അവർ നേതാക്കളെ കണ്ട് പുറത്തേക്ക് ഇപ്പോൾ സണ്ണി ജോസഫും അദ്ദേഹത്തിന്റെ ടീമും പുറത്തേക്ക് വരികയാണ്. ശ്രീജ, KPCC ആസ്ഥാനത്തേക്ക്
കുറച്ച് മാറി സാർ, ഒരു പുതിയ ടീം ഇന്ന് മുതൽ ഒരു പുതിയ ടീം വരികയാണല്ലോ. വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ഇതിൽ സമ്പൂർണ്ണ വിശ്വാസം കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു ജാതി ഏർപ്പെടുത്തുകയാണ്. 2026 കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കോൺഗ്രസ് മുഖ്യമന്ത്രി നയിക്കുന്ന ഒരു UDF ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടാക്കുക. അതാണ് അവരുടെ ദൗത്യം. ആ ദൗത്യം ഒരു പൂർണ്ണമായ വിജയിക്കുന്ന വിശ്വാസമുണ്ട്. എൻ്റെ ഒരാഗ്രഹം UDFനെയും കോൺഗ്രസിനെയും ശക്തിപ്പെടുന്നതോടൊപ്പം എല്ലാ ജനവിഭാഗങ്ങളെ കൂടെ കൂട്ടിണക്കാൻ കഴിഞ്ഞാൽ 2001 വലിയ വിജയം ഈ ടീമിന്റെ നേതൃത്വത്തിൽ, സണ്ണിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. എനിക്ക് ഒരു കാര്യം കൂടെ പറയാം. ഞാൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രണ്ട് വിഭാഗം തീരദേശ ജനങ്ങളും, തീരദേശത്ത് ജനിച്ച ആളാണ്. തീരദേശത്തെ ജനങ്ങളും മലയോരത്തെ ജനങ്ങളുമാണ്. മലയോര കർഷകരും തീരദേശത്തെ മത്സ്യത്തൊഴിലാളി, കയറത്തൊഴിലാളികളൊക്കെയുള്ള ആൾക്കാർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ആദ്യമായി പുളിക്കൽ ഗ്രാമത്തിൽ നിന്ന് വളർന്നു വന്ന ഒരു മലയോര കർഷകന്റെ പുത്രൻ KPCCയുടെ പ്രസിഡന്റായിരിക്കുന്നു. അത് വളരെ സന്തോഷം. കാരണം മലയോര കർഷകരിൽ നിന്ന് ഉറക്കമില്ലാത്ത രാത്രിയിലേക്ക് കടന്നു പോവുകയാണ്. ഈ ഘട്ടത്തിൽ അവർക്ക് ആശ്വാസം നൽകുവാൻ ഈ ടീമിന് കൂടുതൽ കഴിച്ചത് ആശ്വസിക്കാം. ഒരു അവസരങ്ങളും ഇല്ലാതെയാണ് ഇപ്പോഴത്തെ ഒരു ലിസ്റ്റ് വന്നത്. ഇനിയുള്ള ലിസ്റ്റും അതുപോലെ തന്നെ അതൊക്കെ ഞങ്ങൾ ശ്രമിക്കും. അത് സണ്ണി പറയേണ്ട കാര്യം. പ്രസിഡന്റിലേക്ക് ബുദ്ധിമുട്ടിക്കുക. PC പ്രസിഡന്റ് പറയേണ്ട കാര്യമാണ്. ഞങ്ങൾ ശ്രമിക്കും. പ്രസിഡന്റ് എല്ലാ അനുഗ്രഹവും കിട്ടും. കേരളത്തിലെ കോൺഗ്രസിന്റെ എല്ലാ കാലത്തെയും കരുത്തുറ്റ നേതാവ്, ആദർശ രാഷ്ട്രീയത്തിന്റെ ഉടമ, ബഹുമാനനായ മുൻ മുഖ്യമന്ത്രി, മുൻ KPCC പ്രസിഡന്റ്, മുൻ വർക്കിംഗ് കമ്മിറ്റി അംഗം AK ആന്റണിയുടെ അനുഗ്രഹ ആശീർവാദത്തോടെയാണ് ഞങ്ങൾ ഈ ചുമതല ഏറ്റെടുക്കുന്നതിന് വേണ്ടി KPCC ഓഫീസിലേക്ക് പോകുന്നത്. അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തിനും ഉപദേശ നിർദ്ദേശങ്ങൾക്കും ഞങ്ങൾ ഈ ടീം കടപ്പെട്ടിരിക്കും. അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഇന്ന് ചുമതലയേൽക്കുന്ന KPCCയുടെ പുതിയ ടീം, അത് സണ്ണി ജോസഫ് പറഞ്ഞ ആ വാചകവും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഞങ്ങൾ ഈ ടീം എന്നാണ് പറഞ്ഞത്. സാധാരണ രീതിയിൽ നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് KPCC അധ്യക്ഷൻ എന്ന നിലയിൽ ചുമതലയേൽക്കുമ്പോൾ ആ വ്യക്തിയുടെ അഭിപ്രായങ്ങളാണ് കേട്ടിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ അവർ പറയുന്നത് പോലെ ഈ ടീം, അത് UDF കൺവീനറായി അടൂർ പ്രകാശ്, KPCC അധ്യക്ഷനായി സണ്ണി ജോസഫ്, ഒപ്പം വർക്കിംഗ് പ്രസിഡന്റുമാരായി AP അനിൽകുമാറും PC വിഷ്ണുനാഥും ഷാഫി പറമ്പിലും അടങ്ങുന്ന ടീം അല്പസമയത്തിനകം ചുമതലയേൽക്കുകയാണ്. AK ആന്റണിയുടെ ആശീർവാദം വാങ്ങാൻ അദ്ദേഹത്തെ കണ്ട് അനുഗ്രഹം തേടി ചുമതല ഏറ്റെടുക്കാനുള്ള യാത്രയിലാണ് KPCCയുടെ പുതിയ നേതൃനിര. അന്ന് കൃത്യം രാത്രി 1:30 മണിക്കാണ് ഒരു കുഗ്രാമമായിട്ടുള്ള പട്ടിക്കാട്, ഇലക്ട്രിസിറ്റി ഇല്ലാത്ത കുഗ്രാമത്തിൽ 1:30 മണിക്ക് അവിടെ കൂടിക്കുന്ന ജനങ്ങൾക്ക് മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്ന കേശുക്കാരൻ, യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാവായ സണ്ണി ജോസഫിനെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ആ പുളിക്കൽ ഗ്രാമത്തിൽ നിന്നാണ് സണ്ണി പടിപടിയായി വളർന്ന് ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ അവസാന വാക്കായ KPCC പ്രസിഡന്റായി മാറിയിരിക്കുന്നു. ആ വാചകം കൂടി ശ്രദ്ധേയമാണ്. ഉളിക്കൽ ഗ്രാമത്തിൽ, കറണ്ട് പോലും ഇല്ലാത്തൊരു ഗ്രാമത്തിൽ അർദ്ധരാത്രി മുദ്രാവാക്യം വിളിച്ചു കൊടുത്ത ആ ചെറുപ്പക്കാരനെ ഇപ്പോഴും ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞാണ് AK ആന്റണി
കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിലേക്ക്, സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിലേക്ക് സണ്ണി ജോസഫിനെ ചുമതല ഏറ്റെടുക്കാനായി പറഞ്ഞ് അയക്കുന്നത്. അല്പസമയത്തിനകം KPCCയിൽ ഈ നേതൃനിര ചുമതല ഏറ്റെടുക്കും. KPCCയുടെ പുതിയ അധ്യക്ഷനായി സണ്ണി ജോസഫ് MLAയും ഒപ്പം യുവ നേതൃനിര വർക്കിംഗ് പ്രസിഡന്റുമാരായി AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ, UDF കൺവീനറായി അടൂർ പ്രകാശ്. പുതിയ KPCC പ്രസിഡന്റിനെ തീരുമാനിച്ചു, ചുമതല ഏറ്റെടുക്കാൻ പോകുന്നു. പക്ഷേ ഒരു വശത്തിപ്പോഴും പോരൊക്കെ തുടരുന്നുണ്ട്.